ഹലോ ഗായ്സ്, നമ്മളിപ്പോ ഇന്ന് വന്നിട്ടുള്ള എന്തിനാ വിഘ്നേശ പറ. ഈ ഫുട്ബോളിന്റെ അപ്ഡേറ്റിനെ പറ്റി പറയാനാണ്. ഈ ഫുട്ബോളിന്റെ അപ്ഡേറ്റിനെ പറ്റി പറയാണ്ടിട്ടാണ് വന്നത്. അപ്പൊ ഇതിനെ പറ്റി അറിയണ്ടെങ്കിൽ അറിയുന്ന ആൾക്കാർ എന്ന് പറയുമ്പോൾ പെസ് കളിക്കുന്ന അങ്ങനത്തെ ടീംസ് അറിയാത്ത ആൾക്കാരും ഉണ്ടാവും. കൂടുതൽ പെസ് ഇങ്ങനെ ഗെയിമിംഗ് ഇതില് ഇൻവോൾവ് ആയ ടീമിനെ ഇതിനെ പറ്റി അറിയാൻ പറ്റൂ. അപ്പോ ഇവ പറഞ്ഞുതരും. മെയിൻ ആയിട്ട് എന്ന് പറഞ്ഞാല് അപ്ഡേറ്റ് വന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞ്, അപ്പൊ ഏകദേശം എല്ലാവർക്കും അപ്ഡേറ്റിന്റെ കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. എന്നാലും ജസ്റ്റ് ചെയ്യുന്നത് മാത്രം മനസ്സിലാകാത്ത ആൾക്കാരുണ്ടാവല്ലോ. ഇത് ഇനി കത്താത്ത ടീമെല്ലാം ഉണ്ടാവും. കത്താത്ത ടീമും ഉണ്ടാവും. ഇനി പുതിയതായിട്ട് ഇപ്പോ അപ്ഡേറ്റിന് ഭയങ്കര പ്രൊമോഷൻ അല്ലല്ലേ, അത് കണ്ടിട്ട് ഇത് ഇൻസ്റ്റാൾ ചെയ്ത് കളിക്കാൻ പോകുന്ന ടീമും ഉണ്ടാവും. കാര്യമായിട്ട് ഇപ്പൊ നിങ്ങൾ നോക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും നല്ല ഫുട്ബോളിന്റെ ഗെയിമായിട്ട് മൊബൈലിലുള്ളത് ഈ ഫുട്ബോൾ മാത്രമാണ്. വേറെ ഒരു കോമ്പറ്റീറ്റർ ആയിട്ട് ആരും ഇല്ല. അതിന്റെ ഒരു പ്രശ്നം ഈ കൊനാമിക്ക് എപ്പോഴും ഉണ്ട്. കാര്യമായിട്ട് അപ്ഡേറ്റ് കൊണ്ടുവരുന്നില്ല എന്ന് പറയാൻ പറ്റില്ല, കാരണം ഇതൊരു ഫുട്ബോൾ ഗെയിമാണ്. അപ്പൊ അതില് ഫുട്ബോളെ സംബന്ധിച്ച ഒരു വക എല്ലാ സംഭവം അതിന്റെ അത് ഓൾറെഡി ഉണ്ട്. പിന്നെ ഗ്രാഫിക്സിൽ എല്ലാ കൊല്ലവും ചെറിയ ചേഞ്ചസ് വരുത്തും. ഇപ്രാവശ്യവും ചേഞ്ചസ് ഉണ്ട്. അപ്പൊ അത് മാറ്റമുണ്ട്. പക്ഷേ എന്ന് വെച്ചാൽ കുറെ ഭാഗമല്ല ഒരു ബ്രിട്ടീഷ് ടച്ച് ഉണ്ട്. എല്ലാവർക്കും വെളുത്ത് മാറിയിട്ടുണ്ട് കുറച്ച്. അത് പിന്നെ കൊനാമിനെ അറിയുന്നോട്ടർക്കറിയാം. അത് അടുത്ത വ്യാഴാഴ്ചത്തെ മെയിൻ്റെനൻസ് കഴിഞ്ഞാൽ കുറെ ഭാഗം അത് ലെവലാവും. അതിനൊന്നും നമ്മൾ അങ്ങനെ കാര്യമായിട്ട് കുറ്റം പറയുന്നില്ല. ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ ഇത്രയും കാലം കളിച്ച ടീമിന് പ്രത്യേകിച്ചിട്ട് മാറ്റങ്ങളായിട്ട് പറയാനുള്ളത് സ്റ്റേഡിയ കസ്റ്റമൈസേഷൻ ആണ്. ഇത്രയും കാലം അതുണ്ടായില്ല. അതൊരു നല്ല ഫ്യൂച്ചറാണ്. നമ്മൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഫാൻസ് അതേ രീതിക്ക് ചെയ്യുക. കാരണം ഇപ്പൊ നമുക്ക് ഫുള്ള് മഞ്ഞ സീറ്റ് ഫുള്ള് മഞ്ഞായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് വൈബ് വേണ്ടി എനിക്ക് അങ്ങനെ സെറ്റ് ചെയ്ത് വെക്കാം. അതൊരു ചേഞ്ചാണ്. പിന്നെ ഉള്ളത് ലിങ്ക് പ്ലേ ആണ്. ലിങ്ക് പ്ലേ എന്ന് പറഞ്ഞാൽ ഇത്രയും കാലം കളിച്ചത് മാനേജേഴ്സ് നമുക്ക് ബൂസ്റ്റർ മാനേജേഴ്സ് ആയിരുന്നു. ഇപ്പൊ അത് മാറി ലിങ്ക് ബൂസ്റ്റേഴ്സ് കിട്ടു. അതിന്റെ പേര് ലിങ്ക് പ്ലേ. അതായത് ഓരോ ശരിക്കും ഫുട്ബോൾ കുറച്ചുകൂടി റിയലിസ്റ്റിക് ആയി. നമ്മൾ ഓരോ മാനേജർക്ക് ഓരോ സ്റ്റൈൽ ഉണ്ടാവുമല്ലോ. അപ്പോ ക്രിയേറ്റീവ് പ്ലേ മേക്കറെ വെച്ചിട്ട് കളിക്കുക, അവനെ മറ്റേ അറ്റാക്കർ ഗോൾ അടിക്കുക. അറ്റാക്കർ എന്നല്ല പറഞ്ഞാൽ ചില മാനേജർമാർക്ക് ബോക്സിന്റെ ബോക്സ് തന്നെ വേണ്ടി വരും, ചില കൂട്ടർക്ക് ഗോൾ പോച്ചർ വേണ്ടി വരും. അങ്ങനെ കുറച്ചുകൂടി റിയലിസ്റ്റിക് ആക്കി സംഭവം. പിന്നെ വേറെ ചേഞ്ച് എന്ന് പറഞ്ഞാല് നമുക്ക് ഇത്രയും കാലം പാസ് കൊടുത്താൽ അത് ക്യാൻസൽ ചെയ്യേണ്ട ഓപ്ഷൻ ഇല്ല. നീ ആദ്യം ഞെക്കിപ്പോയിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്കത് ക്യാൻസൽ ചെയ്യേണ്ട ഓപ്ഷൻ ഇല്ല. നീ എന്താ പറയുക, ഇത് പറഞ്ഞല്ലോ കോർണറിന് എന്തോ ഒരു ചൊറയാക്കി വെച്ചിട്ടുണ്ട്. കോർണറിന്റെ ചൊറാന്ന് വെച്ചാൽ ഇത്രയും കാലം നല്ലോണം അടിക്കാൻ പറ്റിയിരുന്നു. ഇപ്പൊ തുടങ്ങിയ പാടായതുകൊണ്ട് സെറ്റ് ആകുന്നില്ല. അത് കുറച്ച് ടൈം എടുത്ത് സെറ്റ് ആകും. പിന്നെ വന്നത് ഒരു എല്ലാവരും പറയുന്നതായിട്ട് കുറെ ഡിഫൻസ് ശരിയാകുന്നില്ല എന്ന് പറയുന്നുണ്ട്. ഡിഫൻസ് ഞാൻ കളിച്ചു നോക്കി, എനക്ക് വലിയ പ്രശ്നമൊന്നും തോന്നിയില്ല. പിന്നെ സെറ്റ് ആകുന്നില്ല. അങ്ങനെ ഡിഫൻസിന് പ്രശ്നമുണ്ടെങ്കിൽ എന്തായാലും വ്യാഴാഴ്ചക്ക് മെയിൻ്റെനൻസിന് മാറ്റം വരും. അതായത് കൊനാമിനെ അറിയുന്നവർക്ക് എല്ലാ വ്യാഴാഴ്ചയും മെയിൻ്റെനൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ആയിട്ട് ഇനി ശരിയായി വരും. കാര്യമായ കുറ്റം പറയാനൊന്നുമില്ല. പക്ഷെ ഈ എനക്ക് ഇഷ്ടപ്പെടാൻ ഒരു ഫ്യൂച്ചർ എന്ന് പറഞ്ഞാൽ ഇതുണ്ട്. നമ്മള് പ്ലേയേഴ്സിനെ സൈൻ ചെയ്താൽ വരുന്ന ആനിമേഷൻ എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. അത് ഭയങ്കര ബോറായിട്ട് എനിക്ക് തോന്നിയത്. കഴിഞ്ഞ കൊല്ലത്തെ തന്നെ മതിയാണ്. ഇപ്പൊ നമുക്ക് തിരിയുന്നില്ല ഇത് ഏത് കാർഡാ വരുന്നത് നമുക്ക് തിരിയുന്നില്ല. മെസ്സിന്റെ എന്ന് പറഞ്ഞാൽ അംബാസിഡർ ബാക്കാണ്. മെസ്സിയും ഉണ്ട്, യമാലും ഉണ്ട്. അതിൽ തന്നെ മെസ്സിനെ 1500 പോയം കൊടുത്തിട്ട് മാക്സിമം നിങ്ങൾ എടുക്കാണ്ടിരിക്കുക. പുതിയ യൂസേഴ്സ് ആകുമ്പോൾ എടുക്കാൻ ചാൻസ്. കാരണം മെസ്സിനെ കണ്ടാൽ മെസ്സി ഫാൻസ് ആകുമ്പോൾ ചിലപ്പോൾ എടുത്തു ഒഴിവാക്കുക. അത് കാരണം എന്ന് വെച്ചാൽ ക്ലാസിക് നമ്പർ 10 എന്ന് പറഞ്ഞ പ്ലേയിങ് സ്റ്റൈലാണ്. കളിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് പ്ലേയിങ് സ്റ്റൈലിനെ പറ്റിയെല്ലാം അറിയായിരിക്കും. പുതിയ യൂസേഴ്സ് ആണെങ്കിൽ ക്ലാസിക് നമ്പർ 10 നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഓടിത്തരുമൊന്നുമില്ല. നിങ്ങൾക്ക് ഭയങ്കര ടഫായിരിക്കും. ഒരു വക ബെസ്റ്റ് പ്ലേയേഴ്സ് ഒന്നും യൂസ് ചെയ്യാതൊരു പ്ലേയിങ് സ്റ്റൈലാണ് അത്. അപ്പൊ മാക്സിമം അത് അവോയ്ഡ് ചെയ്യുക. പിന്നെ അത് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഗുണം എന്ന് പറഞ്ഞാൽ സ്റ്റേഡിയം കസ്റ്റമൈസേഷനിൽ മെസ്സിന്റെ ഒരു സ്റ്റാച്ചു കിട്ടും. ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും നല്ല സ്റ്റാച്ചു മെസ്സിന്റെ തന്നെയാണ്. അപ്പോ ആ ഒരു ഗുണമുണ്ട്. പിന്നെ നിങ്ങൾ ഡൈഹാർഡ് ഫാൻസ് ആണ്, എന്തായാലും മെസ്സി കാർഡ് വേണമെന്ന് ഉണ്ടെങ്കിൽ അത് എടുത്തു വെക്കുക. പ്രത്യേകിച്ച് കാര്യമില്ല, ഏജ്ഡ് ആയിട്ടുള്ള ഒരു കാർഡാണ്. ഇപ്പോ ഈ പെസില് പ്ലേയേഴ്സിന്റെ ഏജ് എല്ലാം ഒരു ഇമ്പോർട്ടന്റ് ഘടകമാണ്. നമുക്കിപ്പോ 37 വയസ്സുള്ള മെസ്സിക്ക് എന്തായാലും വലിയ സ്പീഡൊന്നും ഉണ്ടാവില്ല. ആ ഒരു പെർഫോമൻസ് ഉണ്ടാവുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളെ ഡൈഹാർഡ് ഫാൻസ് ആദ്യത്തെ കഴിഞ്ഞ പോലെ കൊണ്ടുവന്ന അംബാസിഡർ ബാക്ക് അടിപൊളി കാർഡാണ്. എന്റെ അടുത്ത് ഇപ്പോൾ ഉണ്ട്. അത് പ്രൊലിഫിക് വിങ്ങർ ആയിരുന്നു. ഏജ് കുറഞ്ഞ മെസ്സിയാണ്. അടിപൊളി പെർഫോമൻസ് ഇപ്പോൾ ഉണ്ട്. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ആ പാക്കിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ളത് യമാലിന്റെ കാർഡാണ്. അത് നിങ്ങൾ വേണമെങ്കിൽ എടുത്തോ. കാരണം അത് ക്രിയേറ്റീവ് പ്ലേ മേക്കറാണ്. ഒരു മിഡ്ഫീൽഡർക്ക് വേണ്ട അത്യാവശ്യം എല്ലാ ആട്രിബ്യൂട്ട്സും ആ കാർഡിനുണ്ട്. പിന്നെ അത് എഡ്ജ് ക്രോസിംഗ് എന്ന് പറഞ്ഞ ഒരു സ്പെഷ്യൽ സ്കില്ലും കൂടി ആഡ് ആക്കിയിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ അടിപൊളിയാണ്. നിങ്ങൾ ലിങ്ക് പ്ലേയിലെല്ലാം നിങ്ങൾക്ക് ആ ഒരു പ്ലേയിങ് സ്റ്റൈൽ കൊണ്ട് കുറെ യൂസ്ഫുൾ ആയിട്ടുള്ള സംഭവങ്ങൾ ഉണ്ട് അതിൽ. അത് ക്രോസ് കൊടുത്താൽ ഇപ്പൊ റൊണാൾഡോനെ പോലത്തെ ഒരു നല്ല പോച്ചറും കൂടി ഉണ്ടെങ്കിൽ ഗോളാണ്. പിന്നെ യമാല് ഏജ് കുറഞ്ഞ കാർഡാണ്. സ്കില്ലെല്ലാം ഇട്ട് കളിക്കുന്നവർക്കൊക്കെ സെറ്റാണ്. ഡ്രിബിളിങ്ങും എല്ലാ കാര്യങ്ങളും ഉണ്ട്. നിങ്ങൾ വേണമെങ്കിൽ ആ
പാക്ക് പ്രിഫർ ചെയ്യുക. അതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞാൽ അത് മാത്രമൊന്നുമല്ല, ആ പാക്കിന്റെ പേര് നിങ്ങൾക്ക് കിട്ടുന്ന പെഡ്രി, ആ പെഡ്രീന്റെ വൺ ഓഫ് ദി ബെസ്റ്റ് കാർഡാണ്. 100-102 ആട്രിബ്യൂട്ട് കയറുന്ന പെഡ്രീന്റെ കാർഡാണ് ഉള്ളത്. അടിപൊളി കാർഡാണ്. എന്തുകൊണ്ടും ഞാൻ പറയുന്നത് നിങ്ങൾ ആ പാക്ക് എടുക്കണം എന്നാണ്. അപ്പൊ എടുത്തിട്ട് നോക്കി നോക്കല്ലേ? എടുത്ത് നോക്ക്. കാരണം മെസ്സിനെ എടുത്തിട്ട് പ്രത്യേകിച്ച് കാര്യമില്ല. യമാലിന്റെ ആവുമ്പോൾ നിങ്ങൾക്ക് 1800 പോയിന്റ്. പിന്നെ നിങ്ങൾ കോയെന്നെല്ലാം പറഞ്ഞാൽ എപ്പിക്കെല്ലാം കിട്ടാൻ ഭയങ്കര പാടാണ്. അപ്പൊ നിങ്ങൾക്ക് തുടങ്ങിയ പാടാണെങ്കിൽ നിങ്ങൾക്ക് കാര്യമായ സ്കോഡിൽ ആരും ഇല്ലെങ്കിൽ കൂട്ടി വെച്ചിട്ട് നിങ്ങൾ എടുക്കുക. അല്ലാണ്ട് നിങ്ങൾക്ക് 1800 പോയിന്റിനെ കൊണ്ടുള്ള ഇപ്പൊ എപ്പിക്ക് കിട്ടാൻ ചാൻസ് ഭയങ്കര കുറവാണ്. ചില കൂട്ടർക്ക് കിട്ടും. അത് കൊനാമിന്റെ ഒരു ആൽഗോരിതം വർക്ക് ചെയ്യുന്ന പോലെ നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ 100 പോയിന്റിൽ തന്നെ കിട്ടൂ, ചിലപ്പോൾ എത്ര കറക്കിയാലും കിട്ടൂല. അങ്ങനെയുള്ള കൂട്ടർ കോയിൻ സേവ് ചെയ്ത് വെച്ചിട്ട് അത് എടുക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ ഇനിയും നല്ല നല്ല ബാക്കുകൾ വരാനുണ്ട്. റൊണാൾഡോന്റെ ബാക്ക് വരുന്നു പറയുന്നുണ്ട്, R9ന്റെ ബാക്ക് വരുന്നു പറയുന്നുണ്ട്. ഒഫീഷ്യലായിട്ട് കൺഫർമേഷൻ ഒന്നും കിട്ടിയില്ല. നോക്കുക, അതാരും വരുന്നുണ്ടെങ്കിൽ എടുക്കുക. എന്തായാലും ഇപ്പൊ മെസ്സിന്റെ ഫാൻസ് ഇപ്പോ മെസ്സിന്റെ തന്നെയല്ലേ എടുക്കുക? അതെ, മെസ്സിന്റെ ഫാൻസ് എന്ന് പറഞ്ഞാൽ എടുക്കുന്ന കൂട്ടരുണ്ടാവും. പക്ഷെ നമ്മളിപ്പോ ഈ വീഡിയോ കണ്ടിട്ട് ഇപ്പൊ മാറ്റിയെടുക്കണമെന്നില്ലല്ലോ. അതൊന്നുമില്ല. പക്ഷെ ഞാൻ പറയുന്നത് വെച്ചാൽ പുതിയ യൂസേഴ്സിനോടാണ്. അതെ, ഇപ്പൊ കളിക്കുന്ന കൂട്ടരൊക്കെ അറിയാം. കളിക്കുന്ന കൂട്ടർ ആരും ആ പാക്ക് എടുക്കുന്ന എനിക്ക് തോന്നുന്നില്ല. പുതിയതായിട്ട് വരുന്ന ധാരണയുണ്ടാവും. കളിക്കുന്ന കൂട്ടർക്കെല്ലാം ഇവനെ നീ ചിലക്കുന്നുള്ള ഒരു ചിന്തയും കൂടി വരും. ഓൾറെഡി അറിയുന്നതാണല്ലോ. ഇപ്പൊ കാര്യമായിട്ട് ചേഞ്ച് ഒന്നും ഇല്ല പറയാൻ മാത്രം. പിന്നെ അത്രയെല്ലാം തന്നെ ഉള്ളൂ. പിന്നെ ഓരോ മെയിനായിട്ട് പൈസ ഉണ്ടാക്കും. നിങ്ങൾക്ക് ഈ ഇപ്പൊ സ്റ്റേഡിയം അപ്ഡേഷനിൽ തന്നെ കുറെ ഭാഗം കാര്യങ്ങൾ നിങ്ങൾക്ക് പൈസ കൊടുത്ത് വാങ്ങാം. കളിച്ചിട്ട് നിങ്ങൾക്ക് അറിയാലോ, ആ ആഴ്ചക്ക് ആകെ 50 പോകാനായിട്ടോ. അതെല്ലാവരും പർച്ചേസ് ആയിരിക്കും. മെയിനായിട്ട് പർച്ചേസിന് വേണ്ടിയിട്ട് തന്നെ നല്ല നല്ല കാർഡുകൾ ഇനി വരും. അപ്പൊ അത്രയല്ലേ ഈ വീഡിയോയിലുള്ളൂ. ഇനി എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഡെയിലി അപ്ഡേറ്റ് ചെയ്യാൻ ശ്രമിക്കാം.